കോടതി വ്യവഹാരങ്ങളിലേക്ക് കടന്നു. 2024 ഡിസംബർ 27 LAR 2013 അനുസരിച്ച് ഭൂമി ഏറ്റെടുക്കാനുള്ള സർക്കാരിന്റെ നിർദ്ദേശം കോടതി അംഗീകരിച്ചു. പക്ഷേ അപ്പോഴും ഭൂമിയിൽ പണി ചെയ്യാൻ അനുവദിച്ചില്ല. മാർച്ച് 27 ഈ നഗരത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 410 വീടുകളുടെ തറക്കല്ലിട്ടിട്ടും കേരളത്തിലെ ഹൈക്കോടതി വ്യവഹാരങ്ങൾ പിന്നെയും തുടർന്നു. ഏപ്രിൽ 11 രാത്രി വൈകി കോടതി പിരിയുന്നതിൻ്റെ തലേ ദിവസം ഈ ഭൂമി ഏറ്റെടുക്കാനുള്ള തുക നിശ്ചയിച്ച് 2 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് ഏപ്രിൽ 11 അർദ്ധരാത്രിയാകുമ്പോൾ ഈ ട്രഷറിയിലൂടെ ആ പണമടച്ചു ഭൂമി ഏറ്റെടുത്തു എന്ന് മാത്രമല്ല, ഒരു ദിവസം പോലും വൈകാതെ ഏപ്രിൽ 13 ആ ഭൂമിയിലെ നിർമ്മാണ പ്രവർത്തനം ഇവിടെ ആരംഭിക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞു. ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു 10 ദിവസം കഴിയും മുമ്പ് ആരംഭിച്ച മഴയാണിത്. എൽസ്റ്റോൺ എസ്റ്റേറ്റിലെ തേയില ചെടികൾ പിഴുതുകളഞ്ഞ് ചവിട്ടിയാൽ ചേറു താഴുന്ന വഴിയിൽ അന്നു മുതൽ ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനം. സാധാരണ ഒരു വീട് നിർമ്മിക്കുമ്പോൾ 3 അടി താഴ്ചയിലേക്ക് വാരമെടുത്താൽ മതി. എന്നാൽ ഈ വീടുകൾ നിർമ്മിച്ചത് ഒരു ദുരന്തത്തിനും ഇനി ഈ വീടുകളെ, ഈ മണ്ണിനെ, മനുഷ്യനെ വിട്ടുകൊടുക്കരുത് എന്ന് നിർബന്ധമുള്ളത് കൊണ്ട് ഡിസാസ്റ്റർ എഞ്ചിനീയറിംഗിന്റെ സാധ്യത കൂടി പരിഗണിച്ചുകൊണ്ടാണ് 10 അടി താഴ്ചയിലേക്ക് കുഴിയെടുത്ത് പില്ലറുകെട്ടി അവിടെ തീർക്കുന്ന 410 ഭവനങ്ങൾ. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഞങ്ങൾ കല്ലു മാത്രം ഇട്ടു പോകുന്നവരല്ല. കല്ലിട്ടാൽ കല്ലിൽ കല്ല് വയ്ക്കും, കല്ലിന്റെ മീതെ കല്ല് കെട്ടും, അതൊരു വീടാകും. അത് തീരുമാനിച്ച മനുഷ്യന്റെ കൈകളിലേക്ക് ഞങ്ങൾ സമ്മാനിക്കും. ആ അനുഭവത്തിലേക്ക് നാം കടക്കുകയാണ്. 178 ഭവനങ്ങളല്ല, 178 മനുഷ്യജീവിതങ്ങൾ. ഞാൻ കുറച്ചു നേരത്തെ ഈ വേദിയുടെ, ഈ സദസ്സിന്റെ നടുവിലിരിക്കുന്ന ശോഭന ചേച്ചിയെ കണ്ടു. അവർക്ക് കിട്ടിയിട്ടുള്ളത് 92 നമ്പർ വീടാണ്. കെട്ടിപ്പിടിച്ച് ഒരുപാട് നേരം കരഞ്ഞു. അവർ മുഖ്യമന്ത്രിയോട് പറയാൻ ഒരു കാര്യം എന്നെ ചുമതലപ്പെടുത്തി. എനിക്ക് മരണപ്പെട്ടു